Hey guys, so if you need motivation to study, you are already in trouble. ഇത് കേൾക്കുമ്പോൾ ഒരല്പം ഹാർഷായിട്ട് തോന്നാം, പക്ഷേ ഇതൊരു ജഡ്ജ്മെൻ്റ് ഒന്നുമല്ല, ഒരു ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി ആസ്പിരൻസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് തന്നെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ്. മേ ബി ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ടോപ്പേഴ്സ് ഇൻ്റർവ്യൂ കണ്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് സഡൻലി ഒരു എനർജി വരും. പക്ഷേ ഇവിടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. മോട്ടിവേഷൻ ഈസ് ആക്ച്വലി ആൻ ഇമോഷണൽ സ്റ്റേറ്റ്. ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ പ്രിപ്പറേഷൻ തന്നെ അൺസ്റ്റേബിൾ ആയിരിക്കും. വെരി സിമ്പിൾ. ഇഫ് യുവർ പ്രിപ്പറേഷൻ നീഡ്സ് മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് ഓർ കണ്ടിന്യൂ, ദെൻ ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഓൺ എ വെരി വീക്ക് ഫൗണ്ടേഷൻ. ഈ വീഡിയോ നമ്മൾ മോട്ടിവേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. മോട്ടിവേഷൻ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്താണ്, എന്തുകൊണ്ട് അത് ലോങ് ടേമിൽ ഫെയിൽ ആവുന്നു എന്ന കാര്യമാണ് നമ്മൾ വളരെ ലോജിക്കലായിട്ട് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫീൽ ഗുഡ് പ്രോസസ് അല്ല, ഒരു ലോങ് ടേം എക്സിക്യൂഷൻ ഗെയിമാണ്. സോ അതിനായിട്ട് ആദ്യമായി നമ്മൾക്ക് ഈ മോട്ടിവേഷൻ ആക്ച്വലി എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ഇസ് എ ഡോപ്പമിൻ ഡ്രിവൺ ഇമോഷണൽ സ്പൈക്ക്. ഞാനിവിടെ ഡോപ്പമിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂയിലേക്കൊന്നും പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മളൊരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്പീച്ച് നമ്മൾ കേട്ടാൽ, ഇനി സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ഉടനെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാകും. ഈ ഡോപ്പമിൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക, നമ്മളുടെ ഒരു എനർജി കൂടും, അതോടൊപ്പം തന്നെ ഒരു അർജൻസി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് പഠനം തുടങ്ങണം എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷേ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ടൊരു പോയിന്റ് ഉണ്ട്. ഈ ഡോപ്പമിൻ സ്പൈക്സ് എന്ന് പറയുന്നത് ദാറ്റ് ആർ ആക്ച്വലി ടെമ്പററി ബൈ നേച്ചർ. അത് ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ മോട്ടിവേഷണൽ കോണ്ടന്റ് കണ്ടതിന് ശേഷം മേ ബി ഒരു ദിവസം, 2 ദിവസം, മേ ബി ഈവൻ ഒരു ആഴ്ച വരെ ഈ പ്രിപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് പോകും. പക്ഷേ ഈ ഡോപ്പമിൻ ലെവൽ നോർമൽ ആവുന്ന ഘട്ടത്തിൽ എനർജി ഡ്രോപ്പ് ആകും, ഇൻട്രസ്റ്റ് കുറയും. ആദ്യം എങ്ങനെയാണോ ഒരു റെസിസ്റ്റൻസ് പഠനത്തിൽ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ വരും. സോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പ്രിപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള മോട്ടിവേഷനിലാണ് എങ്കിൽ നാച്ചുറലി പ്രിപ്പറേഷൻ കുറച്ച് കാലം കഴിയുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെയാണ് സിസ്റ്റം എന്ന ഒരു വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എ സിസ്റ്റം ആക്ച്വലി മീൻസ് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മൂഡ്, അല്ലെങ്കിൽ എനർജി, ഇൻട്രസ്റ്റ്, ഇവയൊക്കെ മാറിയാലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു കേസിലാണെങ്കിൽ നമ്മൾ എക്സാമിനേഷന് വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രിപ്പറേഷൻ, അത് നമ്മൾക്ക് തുടരാൻ സാധിക്കണം. അതായത് ഫിക്സഡ് റൂൾസ് വെച്ചുകൊണ്ട്, ഫിക്സഡ് റുട്ടീൻസ് വെച്ചുകൊണ്ട്, ഫിക്സഡ് എക്സിക്യൂഷൻ സ്ട്രക്ചർ വെച്ചുകൊണ്ട്. അങ്ങനെയാണ് ബേസിക്കലി ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എ സിസ്റ്റം ആക്ച്വലി വർക്ക്സ് ഈവൻ വെൻ യു ഡോണ്ട് ഫീൽ എനർജറ്റിക്, യു ഡോണ്ട് ഫീൽ കോൺഫിഡൻറ്റ്, യു ഡോണ്ട് ഈവൻ ഫീൽ ഇൻസ്പയർഡ്. ആ ഒരു ഘട്ടത്തിലും ഒരു സിസ്റ്റം വർക്ക് ആകും. മോട്ടിവേഷൻ വർക്ക്സ് ഓൺലി വെൻ യു ഫീൽ ഗുഡ്. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല, എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മോട്ടിവേഷൻ എന്ന ഒരു കാര്യം പവർഫുൾ ആണ് എങ്കിൽ പോലും വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു ടൂൾ മാത്രമാണിത്. ഇറ്റ്സ് നെവർ എ സസ്റ്റൈനബിൾ ഫൗണ്ടേഷൻ. ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസ്മാച്ച് കൂടി മനസ്സിലാക്കണം. മോട്ടിവേഷൻ ഇസ് ടെമ്പററി, കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ഇസ് ലോങ് ടേം. അതായത് ഇപ്പോൾ കേരള PSC എക്സാംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഈ ഒരു ലെവലിലുള്ള ഒരു പരീക്ഷ ക്ലിയർ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് മന്ത്സ് ലോങ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റെപ്പിറ്റേഷൻ വേണം. സെയിം കോൺസെപ്റ്റുകൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും, മിസ്റ്റേക്കുകൾ ഫേസ് ചെയ്യും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്, ഒരിക്കലും ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല. സോ ഇതൊക്കെ ചെയ്യുന്നതിലുള്ള മോട്ടിവേഷൻ അത് മതിയാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ, അതിനുള്ള ഒരു കാര്യം മോട്ടിവേഷൻ ഓഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ മോട്ടിവേഷൻ ഫെയിൽ ആവുന്നത് കണ്ടിന്യൂഷനിലും കൺസിസ്റ്റൻസിയിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ നാച്ചുറൽ ആയിട്ട് ആസ്പിരൻസ് പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആയി തുടങ്ങി അത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്തൊരു മിഡ് വേ എത്തുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യപ്പെടുന്നത്. അത് ഒരിക്കലും നോട്ട് ബിക്കോസ് സംതിങ് സഡൻലി വെൻ റോങ്, ബട്ട് ബിക്കോസ് ദ ഫ്യൂൽ ഇറ്റ് സെൽഫ് വാസ് ടെമ്പററി. അതിനെ ഫ്യൂൽ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്, വിച്ച് ഇസ് ഓഫ് കോഴ്സ് ടെമ്പററി ഇൻ നേച്ചർ. സോ ലോങ് ടേം പ്രിപ്പറേഷൻ ആക്ച്വലി റിക്വയർസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ് റിക്വയർസ് എക്സിക്യൂഷൻ ഈവൻ വെൻ നത്തിങ് ഫീൽസ് എക്സൈറ്റിംഗ്. അതായത് ഒരു മോട്ടിവേഷൻ സ്പൈക്ക് വന്നാൽ നമ്മൾക്ക് പ്രിപ്പറേഷൻ വളരെ ഹൈ ആയിട്ട് ഫീൽ ചെയ്യും. മോട്ടിവേഷൻ ഡ്രോപ്പ് ആയാൽ അതുപോലെ തന്നെ പ്രിപ്പറേഷൻ താഴേക്ക് പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കോർ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ദ ഇഷ്യൂ ഇസ് വെരി സിമ്പിൾ. മോട്ടിവേഷൻ കനോട്ട് ക്യാരി ലോങ് ടേം പ്രിപ്പറേഷൻ ഓൺ ഇറ്റ്സ് ഓൺ. അതുപോലെ മോട്ടിവേഷൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡ് കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ ഈ പ്രിപ്പറേഷൻ ഒരു ഫീൽ ഗുഡ് ആയിരിക്കും. സ്റ്റഡി അവേഴ്സ് കൂടും, നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് കൂടി നമുക്ക് വരും. ബട്ട് ദാറ്റ് ഫീലിംഗ് ഇറ്റ് സെൽഫ് ക്യാൻ ബി മിസ്ലീഡിങ്. അതായത് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കംഫർട്ടാണ്.
കംഫർട്ട് എന്നാൽ പ്രിപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഡേയ്സിലായിരിക്കും നമ്മൾ വളരെ നന്നായിട്ട് സിലബസ് കവർ ചെയ്യുന്നു, നോട്ട്സ് തയ്യാറാക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് ചെയ്യും. കൂടുതൽ സ്റ്റഡി അവേഴ്സ് മേ ബി നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് ദ പ്രിപ്പറേഷൻ ബിക്കമിങ് സ്റ്റേബിൾ? സെയിം പേസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും അതേ രീതിയിൽ തന്നെ പഠനം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള പ്രഷർ വന്നാലും നമുക്ക് എക്സിക്യൂഷൻ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ മോസ്റ്റ് കേസസിലും ആൻസർ നോ എന്നായിരിക്കും. അതുപോലെ മോട്ടിവേഷൻ ഒരിക്കലും നമ്മുടെ വീക്ക് ഏരിയാസ് എക്സ്പോസ് ചെയ്യില്ല, മിസ്റ്റേക്സ് ഹൈലൈറ്റ് ചെയ്യില്ല, നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യില്ല. ഇൻസ്റ്റഡ് മോട്ടിവേഷൻ പ്രിപ്പറേഷനെ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആക്കുകയാണ് ചെയ്യുക. കംഫർട്ട് എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ബട്ട് ദാറ്റ് ഇസ് വെരി ഫ്രജൈൽ. ദ മൊമെൻറ്റ് മോട്ടിവേഷൻ ഡ്രോപ്സ്, കംഫർട്ടും കൊളാപ്സ് ആകും. അതുകൊണ്ടാണ് മോട്ടിവേഷൻ പ്രിപ്പറേഷൻ ഒരിക്കലും സ്ട്രോങ് ആക്കാത്തതും സ്റ്റേബിൾ ആക്കാത്തതും. ഇറ്റ് ജസ്റ്റ് മേക്സ് ഇറ്റ് ഫീൽ ഈസിയർ. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇനി അതിലുള്ളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ ചോദിക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മളൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ പ്രിപ്പറേഷൻ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന കാര്യം എന്താണ്? വാട്ട് ആക്ച്വലി വർക്ക്സ് ഇസ് റുട്ടീൻ ആൻഡ് സ്ട്രക്ചർ. റിയൽ പ്രിപ്പറേഷൻ റൺ ചെയ്യുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റഡി റുട്ടീൻസ്, നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള എക്സിക്യൂഷൻ, അതോടൊപ്പം തന്നെ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റഡി ബ്ലോക്സ് എന്നിവയിലൂടെയാണ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് കോഴ്സ് നമ്മളുടെ പഠനത്തിൽ ആവശ്യമാണ്, ബട്ട് ഓൺലി വെൻ ദ സിറ്റുവേഷൻ ജെന്യുവൻലി ഡിമാൻഡ്സ് ഇറ്റ്. നമ്മൾക്ക് പഠിക്കാനുള്ളൊരു മൂഡില്ല, അല്ലെങ്കിൽ എനർജി കുറഞ്ഞു പോയി, ആ രീതിയിൽ നമുക്ക് ഒരിക്കലും പ്രിപ്പറേഷനെ മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വേണം. അതായത് ഡിസിപ്ലിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുക അതൊരു വിൽ പവർ ആണ് എന്ന രീതിയിലാണ്. ബട്ട് ഡിസിപ്ലിൻ ഇസ് ആക്ച്വലി നോട്ട് വിൽ പവർ. ഡിസിപ്ലിൻ ഇസ് മോർ ലൈക്ക് എ ഡിസിഷൻ മെയ്ഡ് വൺസ് ആൻഡ് എക്സിക്യൂട്ടഡ് ഡെയിലി. അതായത് ഒരിക്കലും എവറി ഡേ നമ്മൾക്ക് ഡിസിഷൻ എടുക്കേണ്ടതില്ല. ഡിസിഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി എടുത്തൊരു കാര്യമാണ്. എക്സിക്യൂഷൻ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമുക്കറിയാം, ഈ മോട്ടിവേഷൻ ഉള്ള ദിവസങ്ങളിൽ എല്ലാം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എന്നാൽ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഈ റിയൽ പ്രിപ്പറേഷൻ നമ്മളുടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ആക്ച്വലി സംടൈംസ് ഫീൽ ബോറിംഗ്, സംടൈംസ് ഡിഫിക്കൽട്ട്, സംടൈംസ് അൺകംഫർട്ടബിൾ. ബട്ട് ആ ഡിസ്കംഫർട്ട് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല. അതാണ് യഥാർത്ഥത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ സർവൈവ് ചെയ്യുന്നത് ഒരു ഇമോഷൻ്റെ പുറത്തല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ കൊണ്ടാണ്. സോ മോട്ടിവേഷൻ അല്ല അത്തരത്തിൽ ലോങ് ടേം പ്രിപ്പറേഷനെ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ, അത്തരത്തിൽ ഈ പ്രിപ്പറേഷനെ ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന, ആക്ച്വലി വർക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊന്ന് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഡയറക്ഷൻ നൽകുന്ന ഫാക്ടറാണ്. രണ്ടാമത്തേത് ഡെയിലി ലെവലിൽ നമ്മുടെ പ്രിപ്പറേഷൻ പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ഈ ഡയറക്ഷൻ നൽകുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗോളാണ്. ഗോൾസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. ഗോൾസ് പ്രിപ്പറേഷന് വളരെ വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻ തരുന്നു. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊരു ക്ലാരിറ്റി നമ്മൾക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ ഈ ഗോൾസ് ആണ്. പക്ഷേ ഈ ഗോൾസ് മാത്രം പോരാ, നമുക്ക് ഈ ഡെയിലി പ്രിപ്പറേഷൻ അതുപോലെ സസ്റ്റെയിൻ ചെയ്യാം. വളരെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. കാരണം ഈ ഗോൾസ് എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. അതായത് നമുക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം, ജോലി ലഭിക്കണം, ലൈഫ് ചേഞ്ച് ആകണം, ഇങ്ങനെ ഫ്യൂച്ചറിലുള്ള ചില പ്ലാൻസ് ആണ് ഗോൾസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഡെയിലി പ്രിപ്പറേഷൻ നടക്കുന്നത് പ്രസൻറ്റിലാണ്. സോ അവിടെയാണ് കോൺസിക്വൻസസ് എന്നൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്. കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിയർ അല്ല. കോൺസിക്വൻസസിൻ്റെ ഒരു അർത്ഥം നമ്മളിപ്പോൾ ആലോചിച്ചാൽ, ഇന്ന് നമ്മൾ പഠനം സ്കിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ പാറ്റേണിൽ തന്നെ പഠനം തുടർന്നാൽ ഞാൻ എവിടെ എത്തിച്ചേരും, ഇത്തരത്തിലുള്ള അനാലിസിസ് ആണ്. ഈ ഒരു ക്ലാരിറ്റിയാണ് യഥാർത്ഥത്തിൽ ഡെയിലി ലെവലിൽ പ്രിപ്പറേഷനെ പുഷ് ചെയ്യുക. സോ വെൻ വി കപ്പിൾ ഗോൾസ് വിത്ത് കോൺസിക്വൻസസ്, ടു തിങ്സ് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. Goals actually give us direction and consequences create daily execution pressure. സോ വ്യക്തമായിട്ടുള്ള ഗോൾസും അതോടൊപ്പം തന്നെ കോൺസിക്വൻസസിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാരിറ്റിയും നമ്മൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും ഈ നെഗോസിയേഷൻ അല്ലെങ്കിൽ എക്സ്ക്യൂസസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ലോങ് ടേമിൽ നമ്മൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ സീരിയസ് ലെവൽ പ്രിപ്പറേഷൻ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന കോർ ഡ്രൈവർ എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കേണ്ടത്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ടു ഫീൽ മോട്ടിവേറ്റഡ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. അത്തരത്തിലുള്ളൊരു ഫീലിംഗ് വന്നാൽ ആക്ഷൻ ഉണ്ടാകും എന്നൊരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾക്കുള്ളത്. എന്നാൽ അതൊരിക്കലും ലോങ് ടേമിൽ വർക്ക് ആവുന്ന ഒന്നല്ല. നമ്മളതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വശത്തെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ സീരിയസ് ആസ്പിരൻസ് ചെയ്യുന്നത് അത്തരത്തിലൊരു കാര്യമല്ല. ദേ ആക്ച്വലി ബിൽഡ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് എന്നത് ഒരിക്കലും ഒരു ഇമോഷനല്ല, അതൊരു മൈൻഡ് സെറ്റ് പോലുമല്ല. കമ്മിറ്റ്മെൻറ്റ് എന്നാൽ പ്രീ ഡിസൈഡഡ് എക്സിക്യൂഷൻ എഗ്രിമെൻ്റ് ആണ്. അതായത് ഈ ടൈമിൽ ഞാൻ ഈ രീതിയിൽ പഠിക്കും, ഈ ഡേയ്സിൽ ഞാൻ ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ സ്റ്റഡി ബ്ലോക്കുകൾ ഞാൻ സ്കിപ്പ് ചെയ്യില്ല. ഇത് നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളല്ല, നമ്മൾ ഓൾറെഡി എടുത്ത ഡിസിഷൻസ് ആണ്. സോ അങ്ങനെ വൺസ് നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സെറ്റ് ചെയ്താൽ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ ഇറലവൻ്റ് ആയിട്ട് മാറും. ഗുഡ് ഡേ ആണെങ്കിലും നമ്മൾ എക്സിക്യൂഷൻസ് അതേപോലെ നടത്തും, ഇനി ഒരു ബാഡ് ഡേ ആണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ആ എക്സിക്യൂഷൻസ് നടത്തും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഡു ഐ ഫീൽ ലൈക്ക് സ്റ്റഡിങ് ടുഡേ? വെയർസ് കമ്മിറ്റ്മെൻറ്റ് ആസ്ക്, what did I decide to do today? That question alone changes the preparation completely. ഈ സീരിയസ് പ്രിപ്പറേഷൻ സർവൈവ് ചെയ്യുന്നത് ഒരിക്കലും ആ രീതിയിലുള്ളൊരു എനർജി കൊണ്ടല്ല,
കമ്മിറ്റ്മെൻറ്റ് ടു എക്സിക്യൂഷൻ കൊണ്ടാണ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ സക്സസ് സ്റ്റോറിയോ അല്ലെങ്കിൽ നമ്മുടെ ആസ്പിരൻസിൻ്റെ സക്സസ് സ്റ്റോറീസോ ഇതൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടും. പക്ഷേ ആ ഇൻസ്പിറേഷൻ എത്ര നേരം നിലനിൽക്കും എന്നുള്ളതാണ്. മേ ബി കുറച്ച് സമയം, മേ ബി ഒരു ദിവസം, പക്ഷേ ഒരിക്കലും അത് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ മതിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ സീരീസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും മോട്ടിവേഷൻ നൽകുക എന്നുള്ളതല്ല, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്തതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അതായത് പല ആസ്പിരൻസും അൺലോയിങ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യുക. മോട്ടിവേഷൻ താഴോട്ട് പോകുമ്പോൾ പ്രിപ്പറേഷൻ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. കാരണം ഇത് ഒരിക്കലും റാൻഡം ആയിട്ടൊരു കാര്യമല്ല, പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊരു റിയൽ ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ടാണ് അല്ലെങ്കിൽ പ്രോബ്ലം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മോട്ടിവേഷൻ ഡ്രോപ്പ് ആയ ആ ഒരു മൊമെൻറ്റിൽ പ്രിപ്പറേഷൻ കൊളാപ്സ് ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് പ്രിപ്പറേഷൻ വാസ് നെവർ സ്റ്റേബിൾ. നമ്മൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും ആ പഠനം അതേ രീതിയിൽ തന്നെ നടക്കണം. ഡിസിപ്ലിനോടുകൂടി നമ്മൾക്ക് ആ ഒരു എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കണം. ഇൻഫാക്റ്റ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റേജിൽ എത്തിച്ചേരണം, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ മോട്ടിവേഷൻ തന്നെ ആവശ്യമില്ലാത്തൊരു സ്റ്റേജ്. ഇത് പാഷൻ്റെ ഒരു കുറവൊന്നുമല്ല, ഇത് പ്രിപ്പറേഷൻ്റെ ഒരു മെച്യൂരിറ്റിയാണ്. അങ്ങനെയുള്ളൊരു സിസ്റ്റം കൂടിയാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ട്സ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കറക്ഷനിലേക്കും കടക്കും. അതായിരിക്കും നമ്മൾ അപ്കമിംഗ് വീഡിയോസിൽ ഫോക്കസ് ചെയ്യുക. ഇൻ ഷോർട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല, മറിച്ച് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ബിൽഡ് ചെയ്യേണ്ടത്. ലൈക്ക് ഐ സൈഡ്, ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് സെക്ഷനിലൂടെ ഷെയർ ചെയ്യും. And if this is your first time here, then make sure to subscribe. Definitely this series will continue step by step. Anyway, thank you so much for watching this particular video and I hope to see you guys in the next one.